നമസ്കാരം. ഞാൻ വി മുരളീധരനാണ്. രാഷ്ട്രീയ എതിരാളികൾക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് ചേർന്ന ഒരു പ്രതികരണമല്ല. മുരളീധരൻ പകലൊന്നും രാത്രി വേറൊന്നും പറയുന്ന ആളാണ്. ഞങ്ങൾക്ക് ഒറ്റ അഭിപ്രായമാണ്. അതൊരു വിവരമില്ലാത്ത ഒരു പ്രതികരണമാണ്. മുരളീധരൻ ഇതിന്റെ അകത്തൊരു പ്രതിയാണ്. മന്ത്രി എന്നെല്ലാം പറഞ്ഞാൽ മന്ത്രിന്റെ ഒരു സ്റ്റാറ്റസ് വേണം. എന്തും പറയുന്ന ഒരു മന്ത്രി എന്തും പറയാൻ അവകാശമുണ്ട് എന്ന് വിചാരിച്ച് പുറപ്പെട്ട മോശമല്ലേ? അവരെ തെറ്റു പറയാനാകില്ല. കാരണം അവർക്കിഷ്ടമില്ലാത്ത അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് എന്റെ ശീലമായിട്ടുണ്ട്. അപ്പൊ പിന്നെ അവർക്ക് പൊള്ളാതിരിക്കുമോ? It has two words, covidiot. There is no other word that can be used for a chief minister who continuously violates protocol. മാറേണ്ടത് മുഖ്യമന്ത്രിയാ, അല്ലാതെ ഏതെങ്കിലും പാവം മന്ത്രിയെ പിടിച്ചു മാറ്റിയോണ്ടെത്താ. ആ മന്ത്രി ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ തട്ടിപ്പിൽ CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ പങ്കാണ് ഇപ്പം വളരെ വ്യക്തമായിട്ട് പുറത്തു വരുന്നത്. കേരളത്തിന് മാത്രമായിട്ട് ഏതെങ്കിലും തരത്തിൽ നികുതി വെട്ടിക്കുറച്ചു എന്നുണ്ടെങ്കിൽ അത് ജനങ്ങളോട് തുറന്നു പറയാനുള്ള തന്റെ ഇടമെങ്കിലും കാണിക്കണം. എന്തിനാണ് ഈ കുറ്റവിചാരണ സദസ്സ് നടത്തിയത് എന്ന് സതീശനും സുധാകരനും ഒക്കെ വ്യക്തമാക്കണം. ആ കമ്പനിയുടെ മുടക്കു മുതൽ എന്താണ്, അവിടെ നിന്നുള്ള പണം എവിടുന്ന് വന്നതാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭീകരവാദികളോടുള്ള ആ രഹസ്യബന്ധമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. കേരളത്തിലെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ റെയിലും കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് താല്പര്യം. ഒരു കള്ളം പലതവണ ആവർത്തിച്ചാൽ അത് സത്യമായിട്ട് ധരിക്കപ്പെടും എന്നുള്ള ഗീബൽസിയൻ തന്ത്രം, ആ ഗീബൽസിയൻ തന്ത്രമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു രേഖയും തെളിവും ഹാജരാക്കാൻ ആ കമ്പനിക്ക് സാധിച്ചിട്ടില്ല, മുഖ്യമന്ത്രിയുടെ മകൾക്ക് സാധിച്ചിട്ടില്ല. ഇനി നിങ്ങൾ പറയൂ, ഒളിച്ചു വെക്കണോ ഒളിച്ചെടുക്കണോ? മെയ് 30 ആധുനിക ഭാരത ശില്പി ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി രണ്ടാം തവണയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. നരേന്ദ്ര ദാമോദർദാസ് മോദി ഈശ്വർ കി ശപഥ് ലേതാ ഹൂം. കേന്ദ്രമന്ത്രിസഭയിൽ ആരാവും കേരളത്തിന്റെ പ്രതിനിധി? മാധ്യമങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. എന്നും ഏറ്റവും മികച്ച ടീമിനെ തെരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിയുടെ ഉത്തരമെത്തി. ABVP ദേശീയ ഭാരവാഹി മുതൽ BJP സംസ്ഥാന അധ്യക്ഷൻ വരെയുള്ള പദവികളിൽ തിളങ്ങിയ നേതൃപാടവവും സംഘാടകശേഷിയും പ്രവൃത്തിയിലൂടെ തെളിയിച്ച കേരളത്തിന്റെ സ്വന്തം മുരളിയേട്ടൻ മോദി 2.0-ലെ മലയാളി മുഖമായി. വിദേശകാര്യവും പാർലമെന്ററി കാര്യവും രണ്ട് സുപ്രധാന വകുപ്പുകളുടെ സഹമന്ത്രി പദവിയാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിനായി കാത്തുവച്ചത്. ഭാരതീയ വിദേശനയം കരുത്താർജിച്ച, ലോകത്തിനു മുന്നിൽ രാജ്യം ആദരിക്കപ്പെട്ട 5 വർഷങ്ങളിൽ സുപ്രധാന ഉച്ചകോടികളിലും ഉഭയകക്ഷി ചർച്ചകളിലും ഭാരതത്തിന്റെ മുഖമായി വി മുരളീധരൻ. ആഫ്രിക്ക, ഗൾഫ് രാജ്യങ്ങൾ എന്നിങ്ങനെ തന്ത്രപരമായും സാമ്പത്തികമായും ഇന്ത്യൻ നയതന്ത്ര ബന്ധം നിർണായകമായ മേഖലകളുടെ ചുമതല, പുറമെ പാസ്പോർട്ട് ഓഫീസുകളുടെ ചുമതല. വിദേശകാര്യ വകുപ്പിലെ ഈ രണ്ടാമൻ പലതവണ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ ശബ്ദമായി. To represent my Prime Minister Sri Narendra Modi at this important high-level debate on a topic that is extremely important and pertinent to the global south, particularly countries in Africa. പ്രവാസി ക്ഷേമം പ്രഖ്യാപിത ലക്ഷ്യമാക്കി നിരന്തര ഇടപെടലുകൾ. ലേബർ ക്യാമ്പുകളിലെ തൊഴിലാളികളുമായും ഇന്ത്യൻ വിദ്യാർത്ഥികളുമായും ബിസിനസ് രംഗത്തെ ഇന്ത്യൻ സമൂഹവുമായെല്ലാം കൂടിക്കാഴ്ചകൾ. ക്ഷേമാന്വേഷണം. കോവിഡ് മഹാമാരിക്കാലത്ത് വിദേശത്ത് കുടുങ്ങിയ ആയിരക്കണക്കിന് മലയാളികളടക്കം ഭാരതീയരെ സുരക്ഷിതരായി നാട്ടിലെത്തിച്ച വന്ദേ ഭാരത് മിഷന്റെ മുഖ്യ അമരക്കാരനായി മലയാളിയുടെ സ്വന്തം മന്ത്രി. ഇറാനിലെ വിദൂര ദ്വീപിൽ കുടുങ്ങിയ കോഴിക്കോട്ടുകാരി വത്സലയെ കപ്പലയച്ച് രക്ഷിച്ച
ശ്രീ വി മുരളീധരന്റെ ഇടപെടൽ മാധ്യമങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റി. കുവൈറ്റിൽ, ഇറാനിൽ, ഖത്തറിൽ, നൈജീരിയയിൽ, ശ്രീലങ്കയിൽ തടവിലാക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ മുതൽ നാവികർ വരെയുള്ളവരുടെ മോചനത്തിന് നിരന്തര ഇടപെടലുകൾ നടത്തിയ വി മുരളീധരന് ലോകമെമ്പാടുമുള്ള ഭരണാധികാരികളുമായുള്ള ബന്ധം രാജ്യത്തിന് കരുത്തായി. പ്രവാസി ക്ഷേമത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേക താൽപര്യം അറിയുന്നതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുഡാൻ രക്ഷാദൌത്യവും മുരളീധരനെ ഏൽപ്പിച്ചത്. और मेरी सरकार के मंत्री मुरलीधरन जी को मैं उसकी निगरानी के लिए वहां भेज रहा हूं. ഓപ്പറേഷൻ കാവേരി, ദേവിശക്തി, ദോസ്ത് എണ്ണിപ്പറഞ്ഞാൽ തീരാത്ത ദൌത്യങ്ങളിലൂടെ പ്രവാസി ഇന്ത്യക്കാർക്ക് രണ്ടാം ജന്മം നൽകിയ രക്ഷകനാണ് ശ്രീ വി മുരളീധരൻ. G20 ബ്രസീൽ ഉച്ചകോടിയുടെ തുടക്കമായ മന്ത്രിതല സമ്മേളനത്തിലും രാജ്യത്തിന്റെ പ്രതിനിധിയാവാൻ പ്രധാനമന്ത്രി തെരഞ്ഞെടുത്തത് രാജ്യതാൽപര്യങ്ങൾ സൗമ്യമായും കർശനമായും അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഈ മലയാളിയെ തന്നെ. 140 കോടി ഭാരതീയരുടെ പ്രതിനിധികൾ തർക്കിച്ചും യോജിച്ചും നിയമനിർമ്മാണം നടത്തുന്ന പാർലമെന്റിന്റെ സുഗമമായ നടത്തിപ്പിലും പാർലമെന്ററി കാര്യ സഹമന്ത്രി എന്ന നിലയിൽ വിജയകരമായ ഇടപെടൽ നടത്തിയ ശ്രീ മുരളീധരൻ ദേശീയതലത്തിലും ഭരണമികവും നേതൃപാടവും ഒരുപോലെ തെളിയിച്ച വ്യക്തിയാണ്. നാളകളിൽ ആറ്റിങ്ങലിന്റെ അഭിമാനമാകട്ടെ മുരളിയേട്ടൻ.
നമ്മുടെ മുഖ്യാതിഥി കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി ശ്രീ എസ് ജയശങ്കർജി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. നമ്മുടെ ചടങ്ങുകൾ അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ ബഹുമാന്യനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ വി മുരളീധരൻ അവർകളും മറ്റ് ഇവിടെ എത്തിയ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
ബഹുമാന്യരെ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യാതിഥി എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ പരിപാടി ആരംഭിക്കുന്നതാണ്. ഒരു KL20 5366 അതൊന്ന് മാറ്റി പാർക്ക് ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. KL20 5366 അതിൻ്റെ ഉടമ ഇവിടെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കൊടുത്താൽ നന്നായിരിക്കും.
ബഹുമാന്യരെ, നമ്മുടെ ബഹുമാനപ്പെട്ട അതിഥികളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. ഡോക്ടർ രാധാകൃഷ്ണൻ നായരെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. ഡോക്ടർ പി രാധാകൃഷ്ണൻ നായർ. ബഹുമാനപ്പെട്ട കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സർ, ബഹുമാനപ്പെട്ട ശ്രീ വി മുരളീധരൻ സാർ, നമ്മുടെ ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന ഡോക്ടർ പി രാധാകൃഷ്ണൻ നായർ, ശ്രീ അഡ്വക്കേറ്റ് സുരേഷ്, ശ്രീ സന്തോഷ് കുമാർ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് അവിടുത്തെ ജനങ്ങളുമായി സംസാരിച്ച് തയ്യാറാക്കിയ ഒരു വികസന രേഖയുടെ അതിൻ്റെ കരട് രൂപത്തിൻ്റെ ഒരു പ്രകാശന കർമ്മത്തിലേക്കാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ 13 അതായത് പാർലമെന്റ് നമ്മുടെ 7 അസംബ്ലി നിയോജക മണ്ഡലത്തിനെ 14 വെച്ചിട്ട് അത് ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മാത്രം 1, ബാക്കി എല്ലായിടത്തും ഈ 2 വികസന ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തിയത്. അതിന് കൂടാതെ പൊതുവായിട്ടുള്ള ചർച്ചകൾക്ക് പുറമെ ഗോത്രവർഗ്ഗക്കാർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ, മത്സ്യത്തൊഴിലാളികൾ, കശുവണ്ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, വിമുക്ത ഭടന്മാർ തുടങ്ങി നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആൾക്കാരുമായിട്ടും സംവദിച്ചിരുന്നു, അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന്. അങ്ങനെ ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വികസന രേഖയാണ് ഞങ്ങളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിന് വേണ്ടിയിട്ട്. ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ യഥാർത്ഥ ഒരു രൂപം കിട്ടുന്ന ഒരു മണ്ഡലമാണ്. സഹ്യപർവ്വതം മുതൽ ഇങ്ങ് നമ്മുടെ അറബിക്കടൽ വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. അതിൽ 4 നിയോജക മണ്ഡലം പൂർണ്ണമായും മലയോരത്താണ്. വാമനപുരം, നെടുമങ്ങാട്, അരുവിക്കര, കാട്ടാക്കട പൂർണ്ണമായും മലയോരത്തുള്ള നിയോജക മണ്ഡലങ്ങളാണ്. ആറ്റിങ്ങൽ ഇടനാട്ടിലും പിന്നെ നമുക്കുള്ള ചിറയൻകീഴും വർക്കലയും പൂർണ്ണമായും കടലോരത്തും. അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെതായ എല്ലാ തനിമകളുമുള്ള ഒരു നിയോജക മണ്ഡലം അതാണ് ആറ്റിങ്ങൽ. ഇവിടുത്തെ 70% ജനങ്ങളും കൃഷിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ വികസന ചർച്ചകളിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച കൃഷിയെ പറ്റിയാണ് നടന്നത്. വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ആധുനികതയുടെ പിന്നാലെ പോകാതെ കൃഷിയെപ്പറ്റി തന്നെ ചർച്ച നടക്കുകയുണ്ടായി എന്നുള്ളതും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മലയോരവും നമ്മുടെ കടലുമായി ബന്ധിപ്പിക്കുന്ന ഒരു നദിയും നമുക്കുണ്ട്, വാമനപുരം നദി. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ മനോഹരമായ ഒരു ഭൂപ്രകൃതിയുള്ള ഈ മണ്ഡലത്തിലുള്ള വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കഴിഞ്ഞ ഒരു മാസക്കാലം നടന്ന് തയ്യാറാക്കിയ ഒരു കരട് വികസന രേഖയുടെ രൂപം ഇന്നിവിടെ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. അത് കരടായിട്ട് പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ കാരണം അത് നമ്മുടെ ഇനിയും കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തണം, അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് എടുക്കണം, അത് ഇനിയും കൂട്ടിച്ചേർക്കണം. എങ്കിൽ മാത്രമേ വളരെ ചർച്ചകൾ നടന്ന ഒരു ദൃഢമായ ഒരു രേഖ നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കാനും നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ മുരളീധരൻ സാറ് ഇവിടെ നിന്ന് ജയിച്ച് പാർലമെന്റിൽ പോകുമ്പോൾ ആറ്റിങ്ങലിന്റെ വികസനത്തിന് വേണ്ടി നടപ്പിലാക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ആറ്റിങ്ങൽ നിയോജക മണ്ഡലം രൂപീകരിക്കുന്നതിന് മുമ്പ് ചിറയൻകീഴായിരുന്നപ്പോഴും ഇന്നായിരുന്നാലും ഒരു ക്രിയാത്മകമായ ഇടപെടലിലൂടെ യാതൊരു വികസനവും നടക്കാത്ത ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ പോയിട്ട് ശക്തമായ ഒരു ഇടപെടൽ നടത്തിയാൽ നമ്മുടെ മണ്ഡലത്തിൽ വളരെയധികം വികസന പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. ഞാൻ ജനിച്ചു വളർന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. അതുകൊണ്ട് എനിക്കറിയാം, എനിക്കിപ്പോൾ 60 വയസ്സ് കഴിഞ്ഞു. അതുകൊണ്ട് എനിക്കറിയാം ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ ഈ മണ്ഡലത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഉദ്യമം ബഹുമാനപ്പെട്ട ശ്രീ മുരളീധരൻ സാർ എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷത്തോട് ഏറ്റെടുത്തത് തന്നെ ഈ മണ്ഡലത്തിന്റെ ആവശ്യം
മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ടാണ് അത് ഏറ്റെടുത്തത്. പക്ഷെ എന്തൊക്കെയാണ് അതിൽ എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. കാരണം നിങ്ങളുടെ അടുത്ത് അവതരിപ്പിച്ചതിന് ശേഷം മതി എന്നുള്ളത് കൊണ്ട് ഞാനത് ഇവിടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇത് നിങ്ങളുടെ കൈകളിലെത്തും. ഞങ്ങളൊരു വെബ്സൈറ്റിലൂടെയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവർക്കും അത് കാണാനും അതിനു പുറമെ ബാക്കി സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെയെങ്കിലും എല്ലാവരുടെയും കയ്യിലെത്തുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ആറ്റിങ്ങലിന്റെ തന്നെ ഡോക്ടറായ ഡോക്ടർ പി രാധാകൃഷ്ണൻ നായരാണ്. അദ്ദേഹം അമർ ഹോസ്പിറ്റലിന്റെ MD ആണ്. ആറ്റിങ്ങൽ പ്രദേശത്തിന്റെ എല്ലാവിധമായ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായ നേതൃത്വം നൽകുന്ന ഡോക്ടറാണ് ഡോക്ടർ പി രാധാകൃഷ്ണൻ നായർ. അദ്ദേഹത്തെ നിങ്ങളെല്ലാവർക്കും വേണ്ടി വേദിയിലേക്ക് ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ചടങ്ങിലെ മുഖ്യ അതിഥി ഡോക്ടർ എസ് ജയശങ്കർ. അദ്ദേഹം യാതൊരു മുഖവുരയുടെ ആവശ്യവുമില്ലാത്തൊരു വ്യക്തിത്വമാണ്. കാരണം എവിടെ പോയാലും യുവാക്കളും അതുപോലെ വിദ്യാർത്ഥികളും ഒക്കെ തന്നെ വളരെ ആകാംക്ഷയോടുകൂടി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ശബ്ദമാണ് ഡോക്ടർ എസ് ജയശങ്കറിൻ്റേത്. നമ്മുടെ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്നപ്പോഴും അതിനുശേഷം ഇപ്പോൾ മന്ത്രിയായിട്ടും നമ്മുടെ ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയെ അതിൻ്റെ എല്ലാവിധ ശക്തിയോടും കൂടി ഇന്ത്യയെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവർക്ക് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് ശക്തമായ സാന്നിധ്യമായി എല്ലാ ലോക രാഷ്ട്രങ്ങളുടെ മുമ്പിലും നമ്മളെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിരുന്ന വകുപ്പ് മന്ത്രിയാണ് ഡോക്ടർ എസ് ജയശങ്കർ. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം യു സർ. അദ്ദേഹത്തിന് ഒരു ഷാളിട്ട് സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട ശ്രീ മുരളീധരൻ സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ഡോക്ടർ എസ് ജയശങ്കറാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇന്നിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ശ്രീ പി മുരളീധരൻ അവർകളാണ്. എനിക്ക് 1999 മുതൽ എനിക്ക് അദ്ദേഹത്തിനെ അറിയാം. ഞാൻ പാലക്കാട് ജില്ലയിലെ നെഹ്റു യുവ കേന്ദ്രയുടെ ജില്ലാ ഓഫീസറായിട്ട് ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഓഫീസിലേക്ക് അദ്ദേഹം ഒരറിയിപ്പുമില്ലാതെ കടന്നു വന്ന് നിങ്ങൾ രാധാകൃഷ്ണൻ നായരല്ലേ ആണ്. ഞാൻ അപ്പോൾ സാറെന്നൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ മുരളീധരൻ നെഹ്റു യുവ കേന്ദ്രയുടെ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എൻ്റെ ഓഫീസിലേക്ക് കയറി വന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സാർ എൻ്റെ കസേര കൊടുത്തിട്ട് ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ ഇരുന്നില്ല. അത് പറഞ്ഞു അത് യൂത്ത് കോർഡിനേറ്ററുടെ കസേരയാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് വേറൊരു കസേര ഇട്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അന്നു മുതലുള്ള ഒരു പരിചയമാണ് ശ്രീ വി മുരളീധരനുമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും അദ്ദേഹത്തിന് വേണ്ടി ഇത്തരം ഒരു പ്രവർത്തനം ഏറ്റെടുത്തത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ശ്രീ വി മുരളീധരനെ അറിയാം. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് അറിയാം, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായിട്ട് അറിയാം, അല്ലെങ്കിൽ മറ്റു പല രീതിയിലും അറിയുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളോട് അതിനെ വിശദീകരിക്കാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ശ്രീ വി മുരളീധരനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങില് ഈ വേദിയില് അതുപോലെ തന്നെ ഈ നമ്മുടെ മുഖ്യാതിഥിയായ ഡോക്ടർ എസ് ജയശങ്കറിനെയും അത് നമ്മുടെ ശ്രീ വി മുരളീധരൻ സാറിനെയും ഒരു ഷോൾ അണിയിച്ച് സ്വാഗതം ചെയ്യുന്നതിനായിട്ട് കിളിമാനൂർ കൊട്ടാരത്തിലെ ഇപ്പോഴത്തെ അവകാശി ബഹുമാനപ്പെട്ട ശ്രീ രാമവർമ്മ അവർകളെ കൊട്ടാരത്തെ പ്രതിനിധീകരിച്ച് അവരെ സ്വീകരിക്കാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ഈ ചടങ്ങിലെ അഡ്വക്കേറ്റ് സുരേഷിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ
ഈ ചടങ്ങിന് നന്ദി പറയുന്ന ശ്രീ സന്തോഷ് കുമാറിനെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ചേർന്ന് വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും അതുപോലെ തന്നെ മുൻപുള്ള വികസന ചർച്ചകളിൽ പങ്കെടുത്ത പ്രതിനിധികളെയും മാധ്യമ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ഈ ചടങ്ങിലെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് ഡോക്ടർ പി രാധാകൃഷ്ണൻ നായരെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ വിശിഷ്ടാതിഥി ഡോക്ടർ എസ് ജയശങ്കർജി, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയും ഈ മണ്ഡലത്തിലെ കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ച് സഹായം തന്ന് നമ്മളെല്ലാം നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻജി, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ സുരേഷ്, ശ്രീ സന്തോഷ് കുമാർ, ഈ വേദിയിലും സദസ്സിലുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്തേ. ഈ മഹനീയമായ ചടങ്ങിലെ, ഈ മഹത് വ്യക്തികളുള്ള ചടങ്ങിലെ അതിൻ്റെ അധ്യക്ഷം വഹിക്കാൻ ഭാഗ്യം കിട്ടിയ എനിക്ക് നിങ്ങളോടെല്ലാം അധികവുമായ കടപ്പാടുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു ഹൈബർനേഷനിലായിരുന്നു. പുറത്തോട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് അല്പം അസുഖങ്ങളൊക്കെ വന്നുകൊണ്ട് ഇച്ചിരി ഒന്ന് മാറി നിന്നതാണ്. അപ്പോഴാണ് ഇന്ന് ഈ ചടങ്ങിന് സംബന്ധിക്കണം എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഇതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ്, പല കാര്യങ്ങളും കൊണ്ട് കഴിയാതെ പോയതാണ്. എൻ്റെ പ്രധാന പ്രശ്നം, നമുക്കിന്ന് രണ്ട് വിശിഷ്ട വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്കറിയാം, ഈ ഫോറിൻ സർവീസ് എന്ന് പറയുന്ന, അതായത് വിദേശകാര്യ വകുപ്പ് എന്ന് പറയുന്ന ആ സബ്ജയെ ഇങ്ങി ലോക്കലിലോട്ട് വന്നുകൊണ്ട് വിദേശത്തുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള ഓരോ ആളുകളുടെയും, വിശേഷം ചെറിയൻകീഴ്, ആറ്റിങ്ങൽ, വർക്കല പ്രദേശം, അതായത് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വളരെയധികം പ്രവാസികളുള്ള നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മളുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങേയറ്റം സഹായം തന്ന രണ്ട് മഹനീയ വ്യക്തിത്വങ്ങളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഈ മഹത്തായ ഇന്ത്യയുടെ ഒരുപക്ഷെ കഴിഞ്ഞ 70 വർഷത്തെ ചരിത്രത്തിലെ, സ്വാതന്ത്ര്യത്തിനുള്ള 75 വർഷത്തെ ചരിത്രത്തിലെ ഇത്രയും മഹനീയമായി നമ്മളുടെ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരു കാലഘട്ടം ഒരിക്കലും ഉണ്ടായില്ല. നമ്മളുടെ പ്രൈഡ്, മഹത്തായ ഭാരതത്തിന്റെ ആ ആത്മസത്ത ലോകം ഒട്ടുക്ക് പ്രചരിപ്പിച്ച് അവരെയെല്ലാം നമ്മൾ പറയുന്ന വഴിയിലേക്ക് സ്വയപ്രയത്നം മാത്രമല്ല, അതിന്റെ കഴിവ്, കൗൺസിലേഷനുള്ള കഴിവ്, അവരെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ അങ്ങേയറ്റത്തെ ശ്രമം നടത്തിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞു പോയത്. നിങ്ങൾക്കറിയാം, കോവിഡ് വന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങിക്കിടന്നു. അവരെയെല്ലാം എന്ത് പാടുപെട്ട്, അതായത് ലോക്ക്ഡൌൺ കാലത്ത് പോലും ചൈനയിലും അവിടെ ഇവിടെയും കുടുങ്ങിക്കിടന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു പോറലുമേൽക്കാതെ ആയിരക്കണക്കിന് പേരെ നമ്മളുടെ ഭാരതത്തിലെത്തിച്ചു. ഉക്രൈൻ യുദ്ധം നടന്നപ്പോഴേ അവിടെ എന്താ സംഭവിച്ചത്? വാറിന്റെ ഇടയിൽ ലോകത്ത് ഒരു ശക്തിക്കും ചെയ്യാൻ പറ്റില്ല, വേറെ ഇന്ത്യക്ക് മാത്രം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് മഹനീയ വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അവരെയെല്ലാം അവിടെ നിന്നെല്ലാം ഒരു പോറൽ പോലും ഏൽക്കാതെ ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ലോകം ഒട്ടുക്ക് പ്രചരിപ്പിച്ചത്. അങ്ങനെ രണ്ട് മഹത്തായ വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ശ്രീ മുരളീധരൻജിയെ നമ്മൾ ഇവിടുന്ന് ആരും തെരഞ്ഞെടുത്ത വിട്ടില്ല. മോദിക്ക് നമ്മൾ ആരും ഒരു സീറ്റ് കൊടുത്തില്ല, ഒരു MP കൊടുത്തില്ല. പക്ഷെ ആ സ്ഥാനത്തും നമ്മുടെ കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മളുടെ പ്രവാസികളുടെ, നിങ്ങൾക്കറിയാം, കേരളം ഏറ്റവും കൂടുതൽ പ്രവാസികളെ സംഭാവന ചെയ്തിട്ടുള്ള ഈ സ്റ്റേറ്റുകളിലൊന്നാണ്.
നമ്മുടെ സ്റ്റേറ്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, നമ്മളുടെ മക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അങ്ങേയറ്റം ഈ ലോക രാജ്യങ്ങളിൽ എല്ലായിടത്തും നമ്മളുണ്ട്. നമ്മളില്ലാത്ത ഒരു നൂക്കും കോണറും ലോകത്തെങ്ങുമില്ല. ആ ലോക രാജ്യങ്ങളിലെല്ലാം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക്, എനിക്ക് ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുള്ള അമേരിക്കയിലും ബ്രിട്ടനിലും UK-യിലും ജർമ്മനിയിലും ഗൾഫിലും ഒക്കെ ആയിട്ട് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളെല്ലാം എന്നോട് പറഞ്ഞേ, പണ്ട് അവർ 3rd റേറ്റ് സിറ്റിസൺ ആയിരുന്നു, ഇന്ന് അവർ അറ്റ്ലീസ്റ്റ് 2nd റേറ്റ്, അതായത് അവരുടെ ദേശീയ ആളുകളെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ 1st റേറ്റ് 2nd റേറ്റ് സിറ്റിസൺ ആണ്. അത് എന്തുകൊണ്ടുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 10 വർഷം ഭാരതം എന്ന് പറഞ്ഞാൽ അതിനൊരു ശക്തി ഉണ്ടെന്നും, ആ ശക്തി നമ്മുടെ ഇന്റർനാഷണൽ അറീനയിലെ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുമ്പോഴാണ് നമുക്ക് ശക്തി കൂടുന്നത്. നമ്മൾ ഈ നാട്ടിൽ കിടന്ന് ജയജില്ലി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ലോകമൊട്ടുക്ക് ഇന്ത്യയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ലോകാരാധ്യനായ പ്രധാനമന്ത്രിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ആ ലോകാരാധ്യനായ പ്രധാനമന്ത്രി ശക്തമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ആ ശക്തനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ 2 പ്രധാനപ്പെട്ട സഹായികളാണ് ഈ ഇവിടെ ഇരിക്കുന്ന 2 വ്യക്തികൾ. മുരളീധരൻജി ഞാനൊരു 25 വർഷം മുമ്പ് പരിചയപ്പെട്ടതാണ്. പക്ഷേ മുരളീധരൻജി ഒരു ഫോറിൻ സഹമന്ത്രി, അതായത് വിദേശകാര്യ സഹമന്ത്രി എന്നുള്ളതിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു വ്യക്തിത്വ വികസനം അതിഭയങ്കരമായിരുന്നു. ഞാൻ ഇപ്പൊ മലയാളം ചാനൽ കാണാറില്ല, ജയശങ്കർ സാറിന്റെ എല്ലാ ഇന്റർവ്യൂസും ഞാൻ കാണാറുണ്ട്, എല്ലാ ഇന്റർവ്യൂസും കാണാറുണ്ട്. നമ്മളുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ഏത് രീതിയിൽ അവതരിപ്പിക്കണമെന്നും ഏത് രീതിയിൽ അത് കൈകാര്യം ചെയ്യണമെന്നും ഇത്ര അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. ഒരുപക്ഷെ നമ്മുടെ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യാൻ മോദിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു നല്ല വ്യക്തിത്വമാണ് ശ്രീ ജയശങ്കർജി. അപ്പൊ ഇങ്ങനെ 2 വ്യക്തികൾ ഇവിടെ ഉണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഒരു കാര്യം മാത്രം പറയാം. മാറുന്ന ഭാരതം അതിശക്തമായ ഭാരതമാണ്. വികസനം മാത്രമല്ല, നമ്മളുടെ സംസ്കൃതിയിൽ ആസ്പദമായുള്ള ഒരു വികസനമാണ് ശരിയായ വികസനമെന്ന് നമ്മൾ പണ്ട് കാലത്ത് തെളിയിച്ചതാണ്. ഇടക്കാലത്ത് അത് പോയി. നമ്മുടെ സംസ്കൃതി, ഭാരതത്തിന്റെ ഒരു സംസ്കൃതിയുണ്ട്, സനാതന ധർമ്മത്തിന്റെ ഒരു സംസ്കൃതിയുണ്ട്. ആ ധർമ്മ സംസ്കൃതി നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളുകയാണ്. നമ്മൾ ആരെയും മാറ്റി നിർത്തുന്നില്ല, ഒരു മതത്തിനെയും മാറ്റി നിർത്തുന്നില്ല, ഒരു മതാനുയായികളുടെ വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അവരെ എല്ലാം ഉൾക്കൊള്ളുകൊണ്ട് മഹത്തായ ഭാരതം ഒരിക്കൽ കൂടി പഴയ ഭാരതത്തിന്റെ സത്ത ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു ഭാരതം ഇനി ഒരിക്കൽ കൂടി ഈ ലോകത്തെ ലീഡ് ചെയ്യാൻ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് മോദിജിയുടെ മുമ്പിൽ. മോദിജി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമല്ല. ഞാൻ ഒരുപാട് കണക്കുകൂട്ടി നോക്കി. ഈ നമ്മളിവിടെ കമ്മ്യൂണിസം ഒക്കെ പറയും, നമ്മൾ കമ്മ്യൂണലിസം പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഡിയാണ് ശരിക്കും കമ്മ്യൂണിസ്റ്റ്. കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണലിസ്റ്റ് ആയപ്പം മോഡി കമ്മ്യൂണിസ്റ്റ് ആയെന്ന് പറയാനേ പറ്റൂ. കാരണം ലോകത്തിലെ ജനസംഖ്യയുടെ എത്ര ശതമാനത്തിനാണ് നമ്മൾ ഫ്രീ റേഷൻ കൊടുക്കുന്നതെന്ന് അറിയോ? ലോക ജനസംഖ്യയുടെ എത്ര ശതമാനത്തിനാണ് നമ്മൾ കക്കൂസ് പണിഞ്ഞു കൊടുത്തതെന്നറിയാവോ? ലോക ജനസംഖ്യയുടെ എത്ര ശതമാനത്തിനാണ് നമ്മൾ ഫ്രീ ഗ്യാസ് കണക്ഷൻ കൊടുത്തതെന്നറിയോ? ലോക ജനസംഖ്യയുടെ എത്ര ശതമാനത്തിനാണ് നമ്മൾ ഒരു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഒരു ഇൻഷുറൻസ് പദ്ധതി ഉണ്ടാക്കിയെന്നറിയോ? നമ്മൾ കണക്കൂട്ടിയാൽ അമേരിക്കയുടെയോ സോവിയറ്റ് റഷ്യയോടോ അല്ലെങ്കിൽ ബ്രസീലിന്റെയും കൂടെ ഒക്കെ ജനസംഖ്യ എടുത്തു നോക്കിയാൽ അതിനെക്കാട്ടി കൂടുതൽ ആളുകൾക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് മോഡിക്ക് സഹായം എത്തിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അതൊരു മഹത്തായ കാര്യമാണ്. അത് സാധാരണ ആളുകളെ കൊണ്ട് സാധിക്കുന്നില്ല. അത് നമ്മളിവിടെ ഗരീബി ഘടാഹോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ കൊച്ചുനാളിലെ ഒത്തിരി കേട്ടതാണ്. ഞാനൊക്കെ കോൺഗ്രസ്സുകാരുടെ കൊടിയൊക്കെ പിടിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് ഗരീബി ഘടാവോയുടെ കാലഘട്ടത്തിലൊക്കെ. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ വിചാരിച്ച ഇവിടെ ഇപ്പൊ ഗരീബി ഘടാവോ ആവുമെന്ന്. ഇവിടെ ഗരീബി ഘടാവോ യഥാർത്ഥത്തിൽ വന്നത് ലോകമൊട്ടക്ക് ഗരീബി ഘടാവോ അല്ല. ഗരീബിയിലെ അങ്ങ് അകപ്പെട്ട് കിടന്ന കോവിഡ് കാലഘട്ടത്തിലെ ഇന്ത്യ മാത്രമേ ഉള്ളൂ ഗരീബി ഘടാവോ ശരിയായിട്ട് നടപ്പാക്കിയത്. എത്ര ലക്ഷം ആളുകൾക്ക്, എത്ര വീട്ടുകാർക്ക് ഒരൊറ്റ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടാൻ സമ്മതിക്കാതെ അന്തസ്സായിട്ട് ഫ്രീ റേഷൻ എല്ലാവർക്കും ഫ്രീ ഫുഡ് കൊടുത്ത ഒരൊറ്റ രാജ്യം ലോകത്തുണ്ടോ? കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്. അപ്പൊ അത് നമ്മുടെ മഹത്തായ ഇന്ത്യയെ നയിക്കുന്ന പ്രധാനമന്ത്രിയുടെ ദിവ്യമായ വ്യക്തിത്വം മനസ്സിലാക്കി അതിനുവേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവർക്കും അങ്ങേയറ്റത്തെ പിന്തുണ കൊടുക്കണമെന്നുള്ളതാണ് വ്യക്തിപരമായുള്ള ആഗ്രഹം. ഞാനൊരു പറഞ്ഞ പോലെ ഇച്ചിരി കമ്മ്യൂണിസ്റ്റ് ആശയമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ഞാൻ ഇന്ന് കാണുന്നത് മോഡിയിലാണ് കമ്മ്യൂണിസം, ബാക്കിയുള്ളതൊക്കെ കമ്മ്യൂണിസമാണ്. അപ്പൊ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ ചടങ്ങിന്റെ
മുഖ്യാതിഥിയായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വിശിഷ്ട വ്യക്തി ശ്രീ ഡോക്ടർ എസ് ജയശങ്കർ സാറിനെ രണ്ടു വാക്ക് സംസാരിക്കാൻ ക്ഷണിച്ചോളൂ. നമ്മുടെ ഈ വികസന രേഖ റിലീസ് ചെയ്യുന്നതിനും അതിനോടൊപ്പം പ്രസംഗിക്കുന്നതിനും ഈ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനുമായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ ഡോക്ടർ ജയശങ്കർ സാർ അവരെ ക്ഷണിക്കുന്നു. ഒപ്പം അതിൻ്റെ റിലീസിങ്ങിനായിട്ട് മുരളീധരൻ സാറിനെയും മറ്റെല്ലാ വിശിഷ്ട വ്യക്തികളെയും ക്ഷണിക്കുന്നു. Dr. P. Radhakrishnan Nair ji, my ministerial colleague and good friend Shri V. Muralidharan ji, Advocate S. Suresh ji, Santosh Kumar ji, dear friends. Some time ago, when we were discussing Lok Sabha elections, I told Murali ji that if you stand, wherever you are standing, I will come. So I am very happy today to keep my promise to him. And I made that promise with a reason. Because for last 5 years, we have worked together very, very, very closely. All of you know him. You have known him for many years. I have known him as my closest collaborator, my right hand for the last 5 years. And everything that people say about foreign policy, all the difficult things we have done, I want to say a very large part of the credit goes to Muralidharan ji. Today, after 10 years, Modi government has once again come to seek the blessings of the people. We are seeking blessings on basis of a record of delivery. What have we done for last 10 years? But we are also seeking blessings on what we will do for the next 25 years. What we hope from the people is that from every part of India, but especially from Kerala, they will send the right people to Delhi to strengthen the hands of Modi ji, to make sure that all the work we have done, we can do more in the next 10 years. So someone like Murali ji, who has already established such a strong reputation in Delhi, who is regarded with so much respect in Parliament, we want to see him back in Parliament, this time in the Lok Sabha. I can speak a lot about him, okay? So I will limit it to 2 or 3 very direct experiences that I have had. All of you traveled to the Gulf.
please see today how much respect we are getting in the Gulf. How it was 10 years ago, how it is today. And to do that, you have to continuously go there, build relationship, meet people, talk to people, look at the community's problems, deal with it in great detail. And that is something which Muralidharanji has really been doing in this period. The second is actually during the COVID time. I think perhaps all of you may not know, during COVID time from many countries in the Gulf, they sent back very large number of people. Actually for India, we were treated very, very nicely. Much less people had to come back. They gave vaccines to our people. In many cases, they told employers saying, don't ask people to leave. So, in fact, they went so much out of the way that Pradhan Mantri Modi ji in Independence Day actually thanked many of these Gulf countries for what they did. But they did all of this because all the time there was somebody going on behalf of Modi ji to the Gulf regularly to, and we also did things for them at that time. We kept the food supply going, we kept all the other things which go from India to the Gulf going. But the person who served as a bridge at that time to the Gulf was again Muralidharanji. So I have seen, and all of you have actually seen the benefit of his work in the Gulf. Now, many Indians today live outside India, they travel outside India, they study outside India. This number today is almost 2 crore. And they are in every country of the world. And you also know something or the other will always happen. Not every part of the world is always peaceful and happy. And again, if you see last few years, we've had some big challenges. There was a war in Ukraine. There is fighting still going on in Israel and Gaza. There was civil war in Sudan. So we have had many times to do rescue operations. One of the big achievements of the Modi government is we tell every Indian, please feel safe going outside because when you leave India, we are there for you. But by saying it, we cannot convince people. We have to do it. And in the last 10 years, we have done it again and again. We have done it in Yemen, we have done it in Sudan, we have done in Iraq, we have done in Nepal, we have done in Ukraine, we have done in Israel. And here again, for this, we need a team of people who are very hands-on, who communicate with people, who are willing to move. There were times during Sudan, I remember, I called up Muralidharanji, he was here in Kerala, I said, tonight you have to leave for Sudan. So, for me to have a partner and colleague in the ministry who could move, when situation was there, no hesitation, he will go there, he will spend time, he will go into details, he will deal with the most basic problem which people had, most practical problem which people had. Now, I am giving you these situations because these are like emergency situations. But even on a day-to-day basis, one of the big responsibilities of Ministry of External Affairs is how to ensure passports are given smoothly. So how to run a passport system? He has been directly dealing with that and continuously making sure, because today I think every year 15 lakh people from Kerala take passports, new passports every year. How does this move so smoothly? Because from the top, from MAA, there is continuous monitoring. Any problem, any Kendra, any RPO, immediately we try to deal with that issue. So I want to say today that I know all of you have very high regard for him, but I am today a Sakshi of all the work that he has done, all the respect that he has commanded, all the impact that he has in the Gulf. So I think
I want to tell people of Attingal that the biggest thing you can do to strengthen Modi ji's hands to make sure that all that we want to achieve in Viksit Bharat in the coming time, you can do by sending a person like Muralidharan ji to the Lok Sabha. Once again, I thank you all for this opportunity to come and speak. മുരളി സാറിനെ ഒരു ഷോളിട്ട് ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജയശങ്കർ സാറിനെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൽ നിങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട മുരളി സാറിനെ ക്ഷണിക്കുന്നു. അതിനു മുമ്പായിട്ട് ഒരു ചെറിയ ഒരു വീഡിയോ. ഞാൻ വി മുരളീധരൻ. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചത്. വിദ്യാർത്ഥി ജീവിതകാലത്ത് വിദ്യാർത്ഥി പരിഷത്തിന്റെയും അതിനുശേഷം നെഹ്റു യുവ കേന്ദ്രയുടെയും വിവിധ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ യുവതയുടെ സ്വപ്നങ്ങളും ആശയങ്ങളും പ്രതിസന്ധികളുമെല്ലാം മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്. ലോകത്തിലെ മറ്റേത് രാജ്യത്തെ ചെറുപ്പക്കാരുമായും താരതമ്യം ചെയ്താൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഏറെ കാര്യശേഷിയുള്ളവരാണ്. പക്ഷേ ഇതൊക്കെയായിട്ടും എന്തുകൊണ്ട് നമ്മുടെ യുവതി യുവാക്കൾ ഇത്രയും വലിയ തോതിൽ നമ്മുടെ നാട് വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യുന്നു എന്നുള്ള ചോദ്യം എന്നെ പലപ്പോഴും അലട്ടിയിരുന്നു. യുക്രൈനിലെ യുദ്ധഭൂമിയിൽ നിന്നാണെങ്കിലും സുഡാനിലോ ഇറാഖിൽ നിന്നാണെങ്കിലും അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നവരിൽ വലിയ പങ്ക് മലയാളി വിദ്യാർത്ഥികളും യുവാക്കളുമായി. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർക്ക് കേരളത്തിൽ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ധൈര്യമില്ലാതെ പോയത്? പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച കാലാവസ്ഥയാണ് നമ്മുടെ. അതിശൈത്യമില്ല, കൊടുംചൂടില്ല. നാടും നഗരവും ഒരുപോലെ മനോഹരം. സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഉയർന്നു വന്നിട്ടുള്ള കലാലയങ്ങളും ആതുരാലയങ്ങളും, വളരെ മഹത്തായിട്ടുള്ള സാംസ്കാരിക പാരമ്പര്യം, ഇതെല്ലാമുള്ള ദൈവത്തിന്റെ സ്വന്തം നാട്. അതിനർത്ഥം കുഴപ്പം നാടിനല്ല നയത്തിനാണ് എന്നാണ്. 68 വർഷം നമ്മുടെ നാട് ഭരിച്ച കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് മുന്നണികൾ, ആ മുന്നണികളുടെ നയവൈകല്യങ്ങളാണ് കേരളത്തെ ഇത്തരത്തിലാക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗം സ്വജനപക്ഷപാതത്തിന്റെയും അഴിമതിയുടെയും ഇടമായി, ക്രിമിനലുകളുടെ താവളമായി. അക്കാദമിക് മേഖല മുഴുവൻ തകർന്നു. ബന്ധുനിയമനങ്ങൾ സാധാരണക്കാരന്റെ തൊഴിൽ സ്വപ്നങ്ങളിൽ കരിനിഴൽ വരുത്തി. എത്ര നൂതനാശയങ്ങൾ ഉണ്ടെങ്കിലും സംരംഭങ്ങൾ തുടങ്ങണമെങ്കിൽ ഭരണക്കാർക്ക് കൈക്കൂലി കൊടുത്തേ മതിയാകൂ എന്നുള്ള അവസ്ഥയായി. പാർട്ടി ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടത്തിൽ സംരംഭകർ നാട് വിട്ടുപോകുന്ന അവസ്ഥയുണ്ടായി. ഇതോടെ തൊഴിലവസരങ്ങളുമില്ലാതെ. ഈ അടുത്ത കാലത്ത് ഞങ്ങൾ നടത്തിയ നിരവധി തൊഴിൽ മേളകളിൽ അവിടെ എത്തിയ ചെറുപ്പക്കാരുടെ കണ്ണുകളിലെ നിരാശ, ആ നിരാശ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2047 ഭാരതത്തെ വികസിത രാഷ്ട്രമാക്കേണ്ടത് ഈ ചെറുപ്പക്കാരാണ്. അവരുടെ കാര്യശേഷി ഈ നാടിന് ആവശ്യമുണ്ട്. അതിന് അവർക്ക് ആവശ്യമായിട്ടുള്ള അവസരങ്ങൾ ഈ നാട്ടിലുണ്ടാകണം. അത് സാധ്യമാവുക നരേന്ദ്രമോദിജിയുടെ നയങ്ങൾ, ആ നയങ്ങൾ ഈ നാട്ടിൽ നടപ്പാക്കുന്നതിലൂടെയാണ്. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. ശ്രീ വി മുരളീധരൻ അവർകളെ ക്ഷണിക്കുന്നു.
ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ വികസന രേഖയുടെ കരട് പ്രകാശിപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർജി, ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ നായർ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എസ് സുരേഷ്, ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ സന്തോഷ്, ഈ വികസന രേഖ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ബൃഹത്തായിട്ടുള്ള എക്സസൈസ്, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം, ആ പരിശ്രമത്തിന് നേതൃത്വം നൽകിയ ടീം വികസന രേഖയുടെ കോർഡിനേറ്റർ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ, ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് ഈ വികസന രേഖയുടെ കരട് പ്രകാശനത്തിനെത്തിയ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി, കഴിഞ്ഞ 5 വർഷക്കാലം എൻ്റെ മാർഗദർശിയായിട്ടുള്ള ഡോക്ടർ എസ് ജയശങ്കറിനും നിങ്ങൾ ഓരോരുത്തർക്കും വ്യക്തിപരമായി നന്ദി പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 5 വർഷക്കാലം വിദേശകാര്യ മന്ത്രാലയത്തിൽ എന്നെ സംബന്ധിച്ചോളം എൻ്റെ കരുത്തും മാർഗദർശിയുമായിരുന്നു ഡോക്ടർ ജയശങ്കർ. ഇറ്റ് ഹാസ് ബീൻ മൈ പ്രിവിലേജ് ടു വർക്ക് അണ്ടർ ഹിസ് ലീഡർഷിപ്പ് and guidance at the Ministry of External Affairs since 2019. I express my profound gratitude to him for his continued guidance and support for the people of Kerala, including in Attingal. India has a winning combination in the realm of foreign relations, a collaboration between Honorable Prime Minister Narendra Modi's vision and Dr. Jayashankarji's execution. It has undoubtedly elevated India's global standing and bolstered the nation's ability to effectively navigate challenging circumstances. His unwavering dedication and commitment to serving the people of India have undoubtedly left a profound impact, not only within the Ministry of External Affairs, but also on the lives of countless individuals, including the youth from in Kerala. Dr. Jayashankarji has a special affection for the people of Kerala, especially those living abroad. It's due to his interest that we at MEA, especially me as a person from Kerala, could take good care of our diaspora. The support and attention given to the people of Kerala, both within the country and abroad, have been commendable, particularly during challenging times such as the COVID-19 crisis and various evacuation operations. The successful repatriation of over 36 lakhs Keralites as part of the Vande Bharat mission, including the safe return of 3,343 youth from Ukraine, those who are from Kerala, is a testament to the proactive and effective measures implemented under the visionary leadership of Dr. Jayashankarji. Operations such as Operation Kaveri, Operation Ajay, and innumerable such operations have not only showcased the strength of India's diplomacy, but have also demonstrated a deep commitment to the welfare of its citizens. Dr. Jayashankarji's commendable rapport with counterparts across the globe has been a pivotal enabler for India, especially in the times of crisis. We are forever grateful to him for his special affection for the people of Kerala. വിദേശത്ത് കുടുങ്ങിയ നൂറുകണക്കിന് മലയാളികൾ ഇന്ന് ജന്മനാടിന്റെ സുരക്ഷിതത്വത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ മാർഗദർശനവും ഡോക്ടർ ജയശങ്കർ എന്ന നയതന്ത്ര വിദഗ്ധന്റെ സമയോചിതമായ ഇടപെടലുമാണ്. രക്ഷപ്പെട്ടെത്തിയ ഓരോ മലയാളിയും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എത്തിയവരിൽ ഏറ്റവും ഒടുവിലെത്തിയ പ്രിൻസ് സെബാസ്റ്റ്യൻ അഞ്ചുതെങ്ങിൽ നിന്നാണ്. ഹി കെയിം ഫ്രം റഷ്യ. പ്രിൻസ് ഇവിടെ ഉണ്ടല്ലോ. പ്രിൻസ് ഈ
വരൂ വരൂ. He came back, returned back yesterday, day for yesterday. ഇന്ന് ഞങ്ങളിവിടെ ആറ്റിങ്ങലിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള വികസന രേഖയുടെ കരടാണ് പ്രകാശനം ചെയ്യുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ വോട്ട് തേടി ചെല്ലുമ്പോൾ അവർക്കായി നിങ്ങൾ എന്താണ് കരുതി വച്ചിരിക്കുന്നത്, എന്നെ തെരഞ്ഞെടുത്താൽ എന്ത് ചെയ്യും എന്ന് പറയാനാവണം. അതാണ് നരേന്ദ്രമോദിജിയുടെ ശൈലി. അതുകൊണ്ടാണ് നരേന്ദ്രമോദിജി ഓരോ തെരഞ്ഞെടുപ്പിന് മുൻപും അദ്ദേഹം മാനിഫെസ്റ്റോ അല്ല പുറത്തിറക്കുന്നത്. അദ്ദേഹം പുറത്തിറക്കുന്നത് സങ്കല്പ പത്രമാണ്. എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞാപത്രം. ഞങ്ങളെ തെരഞ്ഞെടുത്താൽ ഞങ്ങളിത് നടപ്പിലാക്കും എന്നുള്ള പ്രതിജ്ഞ, അതാണ് സങ്കല്പ പത്രം. അതേ പാതയിലാണ് ഈ വികസന രേഖ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. നാടിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത് നടപ്പാക്കുന്ന ജനപ്രതിനിധിയായിരിക്കും എന്നുള്ള ഉറപ്പ്, ആ ഉറപ്പാണ് ഇതിലൂടെ ഈ മണ്ഡലത്തിന് നൽകുന്നത്. ഈ മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ അവിടുത്തെ 13 കേന്ദ്രങ്ങളിൽ നടത്തിയ ചർച്ചകൾക്കും കൂടിക്കാഴ്ചകൾക്കും ശേഷം തയ്യാറാക്കിയതാണ് ഈ രേഖ. ജൻഭാഗീദാരി അഥവാ ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള വികസനം എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ആശയമാണ്. ആ ആശയത്തിൽ നിന്നാണ് ഈ വികസന ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വന്നത്. വികസിത് ഭാരത് സങ്കല്പ യാത്ര ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ പ്രദേശത്ത് ഉൾപ്പെടെ യാത്ര ചെയ്തിരുന്നു. ജനുവരി പകുതിയിലെ കണക്കനുസരിച്ച് ഏതാണ്ട് 2 ലക്ഷത്തിലധികം ഗ്രാമപഞ്ചായത്തുകളിലും 9500-ലധികം നഗരപ്രദേശങ്ങളിലുമായി 15 കോടിയിലേറെ ആളുകൾ നാടിന്റെ പുരോഗതിക്കായിട്ട് സംഘടിപ്പിച്ച ഈ ഉദ്യമത്തിന്റെ ഭാഗമായി. അതും പ്രധാനമന്ത്രിയുടെ ശൈലിയാണ്. എല്ലായ്പ്പോഴും ജനങ്ങളെ കേട്ട് അവർക്ക് വേണ്ടത് മനസ്സിലാക്കി അത് ചെയ്യുക. വികസനത്തെക്കുറിച്ചിട്ടുള്ള സങ്കല്പം, ആ സങ്കല്പം ലോകത്തിന് മുന്നിൽ തന്നെ പുതിയൊരാശയമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള വികസന പദ്ധതികളാണ് ജനാധിപത്യത്തെ കരുത്തുറ്റതാക്കുന്നത്. അതാണ് ഞങ്ങളിവിടെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ കരട് വികസന രേഖയിലൂടെ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുമായുള്ള നിരന്തര സംവാദത്തിലൂടെയാണ് ഒരു മണ്ഡലത്തിന്റെ കാര്യമാണെങ്കിലും ഈ രാജ്യത്തിന്റെ മുഴുവനാണെങ്കിലും വികസനം നടപ്പിലാക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇത്തരത്തിൽ നിരന്തരം സംവാദങ്ങൾ നടത്തുന്നയാളാണ്. മൻ കി ബാത്ത് അതിന്റെ ഒരു സുപ്രധാനമായ വേദിയായിരുന്നു. ജനങ്ങളെ കേട്ടാണ് അദ്ദേഹം ഓരോ എപ്പിസോഡും തയ്യാറാക്കിയത്. അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ടായിരുന്നു. 2014 അദ്ദേഹം ജനങ്ങളോട് സ്വച്ഛ ഭാരത് എന്ന് പറഞ്ഞു. വെളിയുടെ വിസർജനം അവസാനിപ്പിക്കണം. ജനങ്ങളുടെ അഭിപ്രായം തേടി ജനങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഭാരതമെന്ന് മാത്രമല്ല, ലോകം തന്നെ കണ്ട ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിന് സ്വച്ഛ ഭാരത് കാരണമായി. ജൽജീവൻ മിഷൻ, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, വോക്കൽ ഫോർ ലോക്കൽ, ഇതെല്ലാം നടപ്പിലാക്കിയത് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടിയ ശേഷമാണ്. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങളാണ്. അവർക്ക് വേണ്ടത് ഞങ്ങൾ നടപ്പിലാക്കുന്നു. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നയം. ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, അതാണ് ഞങ്ങളുടെ നയം. ഉദാഹരണമാണ് സിൽവർ ലൈൻ. 10,000-കണക്കിന് ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന, കേരളത്തെ കീറിമുറിക്കുന്ന പദ്ധതി വേണ്ടെന്ന് ജനങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ആ ജനങ്ങളോടൊപ്പം നിന്നു. നമുക്കറിയാം, കടലും കായലും കാടും ഒത്തുചേരുന്ന മണ്ഡലമാണിത്. അതുകൊണ്ട് തന്നെ വികസന സാധ്യതകളും ഏറെയാണ്. പ്രധാനമന്ത്രിയുടെ പ്രത്യേകത, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഭരണത്തിൽ വരുന്നതിന് മുൻപ് നമ്മുടെ വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജില്ലകൾ എന്ന് പറഞ്ഞിട്ടാണ് കുറെ ജില്ലകളെ പ്രത്യേകമായിട്ട് വിശദീകരിക്കാറ്. പ്രധാനമന്ത്രി പറഞ്ഞു, ബാക്ക്വേർഡ് ഡിസ്ട്രിക്ട്സ് അല്ല, ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ്. അതാണ് അദ്ദേഹം നൽകിയ പ്രയോഗം. അദ്ദേഹം പറഞ്ഞു, വയനാട് പോലെയുള്ള ജില്ലകൾ അത് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ നമ്മുടെ കാടും കായലും ഒക്കെ
കടലുമൊക്കെ ഒത്തുചേരുന്ന ഈ മണ്ഡലത്തിൽ വികസന സാധ്യതകളും ഏറെയാണ്. അങ്ങനെയുള്ള എല്ലാ മേഖലകളിലൂടെയും ഞങ്ങൾ കടന്നുപോയി. അതിൽ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് തൊട്ട് മലയൻകീഴ് പള്ളിച്ചൽ പഞ്ചായത്തുകളിലെ നെൽകൃഷി പുനരുദ്ധാരണം വരെയുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. റോഡ്, റെയിൽ, കുടിവെള്ളം, കൃഷി, പട്ടികജാതി പട്ടികവർഗ വികസനം, സ്പോർട്സ്, സാമൂഹ്യക്ഷേമം, ടൂറിസം, സാംസ്കാരികം, അങ്ങനെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്നതാണ് ഈ വികസന രേഖ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പ്രവർത്തനാധിഷ്ഠിതമായ ശ്രേഷ്ഠമായ രാജ്യത്തിന്റെ ഭാവിക്ക് നിർണായകമായിട്ടുള്ള വികസന പദ്ധതികളുടെ കരട് രൂപമാണ് ഈ നിർദ്ദേശങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഈ നിർദ്ദേശങ്ങൾ ഇന്ന് ഇത് ഓൺലൈനായി ഈ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിലൂടെ ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്കെല്ലാവർക്കും, ഈ നിയോജക മണ്ഡലവുമായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും, ഈ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിൽ താല്പര്യമുള്ള എല്ലാവർക്കും, അവർക്കെല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ഉതകുന്ന വിധത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള QR കോഡ്, ആ QR കോഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിലൂടെ എല്ലാവർക്കും അവരവരുടെ മൊബൈലിലൂടെ ഈ രേഖയെ സംബന്ധിച്ചിട്ടുള്ള ആശയങ്ങൾ, നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. ഈ മണ്ഡലത്തിന്റെ പ്രതിനിധിയായി ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്താൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ പിന്തുണയോടുകൂടിയിട്ട് ഈ പദ്ധതികൾ മുഴുവൻ തന്നെ നടപ്പിലാക്കും എന്നുള്ള ഉറപ്പാണ് ഈ അവസരത്തിൽ ഞങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. അതിനായി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ തേടിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി ശ്രീ സുജിത്ത്, ഒരു അറിയപ്പെടുന്ന ചിത്രകാരനാണ്, തപസ്യയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം ശ്രീ കൊടുമൺ പിള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിങ്ങൽ 1721 ആറ്റിങ്ങൽ കലാപത്തിൽ പങ്കെടുത്ത് 140 ബ്രിട്ടീഷുകാരെ വധിച്ച്, ബ്രിട്ടീഷ് സോൾജേഴ്സിനെ വധിച്ച് ഒരു അത്യുന്നത വ്യക്തിത്വമായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊന്നും ലഭ്യമല്ല. പക്ഷേ കേട്ടുകേൾവി അനുസരിച്ച് ശ്രീ സുജിത്ത് വരച്ച ഒരു ചിത്രം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യ അതിഥി ശ്രീ ജയശങ്കർ സാറിന് നൽകുന്നതിന് ഞാൻ ശ്രീ സുജിത്തിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം തപസ്യയുടെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അടുത്തതായി ചടങ്ങിന് നന്ദി പറയാൻ ആറ്റിങ്ങൽ മണ്ഡലം BJPയുടെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ഇവിടുത്തെ കൗൺസിലർ ശ്രീ സന്തോഷ് കുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ കരട് വികസന രേഖയുടെ പ്രകാശനം നടക്കുന്ന ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ ഡോക്ടർ രാധാകൃഷ്ണൻജി, സ്വാഗതം ആശംസിച്ച ഡോക്ടർ രാധാകൃഷ്ണൻ സാറ്, ഈ കരട് വികസന രേഖയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യനായ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ശ്രീ ഡോക്ടർ എസ് ജയശങ്കർജി, നമ്മുടെ ആറ്റിങ്ങലിന്റെ പ്രിയങ്കരനും വിദേശകാര്യ സഹമന്ത്രിയും നമ്മുടെ ആറ്റിങ്ങൽ പാർലമെന്റിന്റെ സ്ഥാനാർത്ഥിയുമായ ശ്രീ വി മുരളീധരൻജി, സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ജി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ കരട് രേഖയുടെ പ്രകാശനത്തിൽ ചേർന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ കരട് രേഖ നമ്മുടെ വരാൻ പോകുന്ന ഭരണത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്ന വികസനം സാധ്യമാകുന്ന ആറ്റിങ്ങൽ പാർലമെന്റിന്റെ നമ്മളെല്ലാം സ്വപ്നം കാണുന്ന വികസനം സാധ്യമാകുന്ന ഒരു രേഖ ഇന്നിവിടെ പ്രകാശനം ചെയ്തിരിക്കുകയാണ്.
ഇത് യാഥാർത്ഥ്യമാകുന്ന നിമിഷം വരാൻ പോകുന്ന ജൂൺ 4 ശേഷം വരുന്ന റിസൾട്ടിലൂടെ തന്നെ ഇത് യാഥാർത്ഥ്യമാകുന്ന സ്വപ്നമാണ് ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവരും കാണുന്നതും അത് യാഥാർത്ഥ്യമാകണമെന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ വിദേശകാര്യ സഹമന്ത്രി ആറ്റിങ്ങലിന്റെ സ്പന്ദനമറിയുന്ന ആറ്റിങ്ങലിന്റെ ഓരോ വികസന മുരടിപ്പും മനസ്സിലാക്കിക്കൊണ്ട് ആറ്റിങ്ങലിന്റെ വികസനം സാധ്യമാക്കാൻ നമുക്കിടയിലേക്ക് ഇറങ്ങി വന്ന ശ്രീ നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രിയങ്കരനായ വിശ്വസ്തനായ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശ്രീ ഡോക്ടർ രാധാകൃഷ്ണൻജിയെ ആദരപൂർവം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രമുഖ വ്യക്തികൾ എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ കരട് വികസന രേഖയുടെ പ്രകാശനം നിർവഹിച്ച ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ശ്രീ ഡോക്ടർ എസ് ജയശങ്കർജിയെ ഇവിടെ വന്ന് ഈ മുഹൂർത്തം ഈ കരട് രേഖ പ്രകാശനം ചെയ്തതിൽ നിങ്ങളുടെ പേരിലും എന്റെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ സ്ഥാനാർത്ഥിയും ആറ്റിങ്ങലിന്റെ സ്വന്തം വിദേശകാര്യ സഹമന്ത്രിയുമായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രതീക്ഷയും ആറ്റിങ്ങലിന്റെ വികസനത്തിന്റെ പ്രതീക്ഷയുമായ ശ്രീ വി മുരളീധരൻജിയെ എന്റെയും ഈ സന്നിഹിതരായിരിക്കുന്ന ഓരോ പ്രമുഖ വ്യക്തികളുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ആറ്റിങ്ങൽ പാർലമെന്റിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന അതിന്റെ ഇൻചാർജായി ചുമതല വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ജി അവർകളെയും ഈ എന്റെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ പ്രമുഖ വ്യക്തികളുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന പ്രമുഖ വ്യക്തികൾ, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർ, സോഷ്യൽ മീഡിയ പ്രവർത്തകർ, എല്ലാവർക്കും ഈ അവസരത്തിൽ എന്റെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ദേശീയ ഗാനം എല്ലാവരോടും എണീറ്റ് നിൽക്കാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उज्जल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे പ്രവാസികളായി വന്നിട്ടുള്ളവരും അവരുടെ കുടുംബങ്ങളും ഇവിടെ ഇരിക്കുക. മറ്റുള്ളവർക്ക് യോഗം അവസാനിച്ചിരിക്കുന്നു. ഒരു വീഡിയോ കൂടിയുണ്ട്, അത് കാണിക്കാൻ പറ. വീഡിയോ കാണിക്കാൻ പറ. സിൽവർ ലൈൻ കല്ലിടലിനെ ചൊല്ലി ഇന്നും സംഘർഷം. കേരളയിൽ കല്ലിടൽ വിരുദ്ധ സമരത്തിനിടെ പോലീസ് അതിക്രമമുണ്ടായ ചങ്ങനാശ്ശേരി മാടപ്പള്ളി ഇന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ സന്ദർശിക്കും. വെക്കിട്ട് കയറി പദ്ധതി നടപ്പാക്കാൻ ബിജെപി അനുവദിക്കില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. സിൽവർ ലൈനിനെതിരെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സിൽവർ ലൈനിൽ സർക്കാർ നിലപാട് ദുരൂഹമാണെന്ന് വി മുരളീധരൻ പറഞ്ഞു.
അധികാരധാർഷ്ട്യത്തിന്റെ മഞ്ഞക്കുറ്റികൾ കേരള ജനതയുടെ ഉറക്കം കളഞ്ഞ ദിനങ്ങൾ. സ്വന്തം കിടപ്പാടത്തിൽ നിന്ന് എന്നേക്കുമായി കുടിയിറക്കപ്പെടുമെന്ന ആശങ്കയിൽ ഒരു ജനത, ജനത്തെ നിർത്താതെ വെല്ലുവിളിച്ച് ഭരണകൂടം.